ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഉപ്പുമാവാണ്. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് ബീഫാണ് കിട്ടിയിരിക്കുന്നത്. ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഉപ്പുമാവ് നമുക്ക് വൈകുന്നേരത്തേക്ക് എടുക്കാം. വൈകുന്നേരം ചായക്ക് അത് ചിലവാകും. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ട് അതെടുക്കാം. ഇനി നമുക്ക് ബീഫ് ചെയ്യാം. ആദ്യം ബീഫ് പ്രഷർ കുക്കറിൽ വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഞാനിവിടെ മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മീറ്റ് മസാലയാണ് എടുക്കുന്നത്. ഒരു 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടി. കുരുമുളക് മിക്സിയിൽ ചതച്ചതാണ് ചേർക്കുന്നത്. മറ്റേ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് രുചി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് മിക്സിയിൽ ക്രഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. ഇനി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സ്ക്യൂസർ ഉണ്ടായിട്ട് അത് എടുക്കാൻ മറന്നു. അതിൽ പിഴിയുക. ഒരു നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഒരു നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് തന്നെ നന്നായി മസാലയൊക്കെ പിടിപ്പിക്കുക. ഇനി നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിലത്തെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒരു വിസിൽ അടിക്കാം. കുക്കറിൻ്റെ രീതി അനുസരിച്ച് വേവ് വ്യത്യാസപ്പെടും. ഓരോ കുക്കറിൽ ഓരോ വേവാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളുടെ കുക്കർ എങ്ങനെയാണ് വേവെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ വേവിക്കുക. അപ്പോൾ നമുക്ക് അരി വേവിക്കാൻ വെക്കാം. അത് ഇവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ നമുക്ക് വേവിച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഗ്യാസ് കത്തിച്ചു. ഇനി ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നെയ്യ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കണം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒരു 10-30 എണ്ണം ഞാൻ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം വഴണ്ട് വരണം. ചെറിയ ഉള്ളി എത്രത്തോളം കൂടുതൽ ചേർക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അരി തിളയ്ക്കുന്നുണ്ട്. ഇപ്പുറത്ത് ആയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി
വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിട്ടിട്ട് ഇളക്കണം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല, മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. എനിക്ക് ഗരം മസാല കിട്ടിയില്ല. ഗരം മസാല ആണെങ്കിൽ അത് ചേർക്കുക, ഗരം മസാല പൊടി. ഇപ്പോൾ മീറ്റ് മസാല ചേർത്തു. ഇനി മല്ലിപ്പൊടി കുറച്ച് ചേർത്തു. നമുക്കിത് ഇളക്കി കൊടുക്കാം. സ്റ്റവ് താഴ്ത്തി വയ്ക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. സ്റ്റവ് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുക്കറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പെപ്പർ റോസ്റ്റ് അല്ലേ, അപ്പം നമുക്ക് കുറച്ച് പെപ്പർ കൂടി ഇട്ട് കൊടുക്കുക. എരിവനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ എരിവിന് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, അധികം എരിവാകണ്ടെന്ന് വെച്ചിട്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയ ശേഷം ഇട്ട് കൊടുക്കുക പാകത്തിന്. ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയിട്ട് കിട്ടിയിട്ടുണ്ട്. നാരങ്ങ നീര് പുളി പോരെങ്കിൽ നിങ്ങൾ നാരങ്ങ നീര് ആദ്യം കുറച്ചുകൂടി ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാനിവിടെ പുളി കറക്റ്റ് ആയതുകൊണ്ട് നാരങ്ങ നീര് ചേർക്കണില്ല. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ബീഫ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വെറുതെ ചാനൽ കണ്ടുപോകരുത്. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.